ഗുഡ് ഈവനിങ്. ഇതിൽ ഈ അമ്മാവൻ ഹരികുമാർ മാത്രമേ ഇതിൽ കുറ്റവാളിയായിട്ടുള്ളൂ? മറ്റാരുടെയെങ്കിലും പങ്കാളിത്തമോ സഹായമോ ഈ കുറ്റകൃത്യത്തിലുണ്ടോ? ഈ അമ്മയെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കിയിട്ടുണ്ടോ പോലീസ്? അരുൺകുമാർ, നിലവിൽ അമ്മ ശ്രീധുവിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല പോലീസ് എന്നുള്ളതാണ്. നിലവിൽ അവരെ ആരും കൂട്ടിക്കൊണ്ടു പോകാത്തത് കൊണ്ട് തന്നെ പൂജപ്പുരയിലെ വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. നാളെ വീണ്ടും ഇവരെ വിളിച്ചു വരുത്തി ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി ഷാജി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു പ്രതി മാത്രമാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അമ്മാവനായിട്ടുള്ള ഹരികുമാർ. അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കി നാളെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ്. ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അല്പം ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം, അല്ലേ റിനു? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട്. ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഇത്തരം ഒരു കാര്യം പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം, പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം, ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗ് നോട്ടിലേക്ക് പോലീസിന് എത്തണം. ഈ അമ്മയുടെ നേർ സഹോദരനല്ലേ ഈ ഹരികുമാർ? അതെ, ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും. അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ റിനു സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിലവിൽ ഹരികുമാർ മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ അമ്മ ഹരികുമാറുമായി നടത്തിയ ചാറ്റ് സംഭാഷണങ്ങൾ, അതിൽ നിന്നാണ് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അമ്മയെ വീട്ടിലേക്ക് വിട്ടുവെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരാത്തതിനെ തുടർന്നാണ് ഷെൽട്ടർ ഹോമിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. റിനു സീധറാണ് വിവരങ്ങൾ നൽകിയത്. അഷിൻ ഡിയാഗോ.